9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഹിറിന്റെ ആത്മഹത്യയിൽ മൊഴിയെടുക്കൽ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ്. കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് രക്ഷിതാക്കളുടെയും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തുന്നത്. റിയ ബേബി വിവരങ്ങളുമായിട്ട്. റിയ, നമ്മളെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഒരു 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ ആ കുടുംബം വെളിപ്പെടുത്തുമ്പോൾ വല്ലാതെ ഭയവും ആശങ്കയും ഉണ്ടാക്കിയ കാര്യമാണ്. എപ്പോഴാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചത്? ഈ സ്കൂൾ അധികൃതർ കൃത്യമായി കാര്യങ്ങളിലൊന്നും ഒരു പൊതുജന സമക്ഷത്തിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ലല്ലോ. ദിവിഷ്, ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ആണ് കൊച്ചിയിലുള്ള എറണാകുളം വിദ്യാഭ്യാസ ഓഫീസിലെത്തി മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ കുട്ടി പഠിച്ചിട്ടുള്ള 2 സ്കൂൾ അധികൃതരിൽ നിന്നും മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികൃതരും അതോടൊപ്പം തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളും കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. അവരുടെ നിന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് ഈ കേസന്വേഷണം നടത്തുന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘം രക്ഷിതാക്കളിൽ നിന്ന് കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞിരുന്നു. കുട്ടിയുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കൃത്യമായി തന്നെ ഇത് സംബന്ധിച്ചൊരു മൊഴി കൂടി ഇന്നലെയും രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടി അന്വേഷണം ശക്തമാക്കുന്നു. അതിൻ്റെ തെളിവായാണ് ഇന്ന് ആദ്യഘട്ട മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായി തന്നെ ചോദിച്ചറിയുന്നത്. കുട്ടിയുടെ അമ്മ ഈ മരണശേഷം പുറത്തുവിട്ട ചില സ്ക്രീൻഷോട്ടുകളുണ്ട്. അത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകളാണ്. അതിക്രൂരമായ റാഗിങ്ങിന് തൻ്റെ മകൻ ഇരയായി എന്നാണ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് കുട്ടിയുടെ കുടുംബം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അത് സംബന്ധിച്ചൊരു വിശദമായ മൊഴിയെടുക്കൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ അധികൃതരെ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കുട്ടി ആദ്യം പഠിച്ചിരുന്ന സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിനെ ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരു സുതാര്യമായ അന്വേഷണം നടക്കേണ്ടതിന് തങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയത്. ആ സ്കൂളിൽ നിന്നും ഇപ്പോൾ കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തും. കുട്ടിയെ ഒറ്റപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് അത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വിമർശനമായി ഉയർന്നു വന്നത്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കുട്ടിയുടെ മരണവും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, സ്കൂളിൽ നിന്ന് ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നോ, റാഗിംഗ് കുട്ടി നേരിട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു.